ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ റമദാനിന് മേടിച്ച സാധനങ്ങളൊക്കെ ഏകദേശം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീപർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഒരു ദിവസം നോമ്പുറപ്പിക്കലാവും മരുമകനെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പോവും. അപ്പോൾ അതിനേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോയി നോക്കാം. ഞാൻ ജസ്റ്റ് ട്രോളായിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ. അനിയന് ഓരോന്ന് ഇങ്ങനെ പർച്ചേസ് ആക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് വേണം, കുറച്ച് ഫ്രൂട്ട്സ് നോക്കി, കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ മിൽക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ കേട് മേടിച്ചു, കുറച്ച് എഗ്ഗ് എടുത്തു, എഗ് ബജി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പുതിന കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേ. അപ്പം ഓരോന്നോരോന്ന് ഇങ്ങനെ കാണുന്നത് ഇടുന്നുണ്ട് കേട്ടോ. ബൂസ്റ്റിൻ്റെ ഒരു പാക്ക് ഇട്ടു. പിന്നെന്താ വേണ്ടി ഞാൻ നോക്കിയപ്പം നല്ല ഓരോ ഫ്ലേവറിലായിട്ട് ഐസ്ക്രീമൊക്കെ കണ്ടു. അപ്പോൾ മാംഗോ ഫ്ലേവറിൽ 2 ഐസ്ക്രീമും വാനിലയും എടുത്തു. അപ്പോൾ ഒരാൾ കാടമ്പടൊക്കെ കൊണ്ടുപോയിട്ട് അതിലിട്ടിരുന്നു കേട്ടോ. ഇതിൽ മാംഗോ ബോളില്ലാത്ത മാംഗോ ഷേപ്പിലുള്ള നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ, അതിൻ്റെ ഫ്ലേവറ്. അപ്പോൾ അത് 2 സെലക്ട് ആക്കി. അങ്ങനെ ബില്ലാക്കി നമ്മൾ വേഗം സ്കൂട്ടാൻ പോവാണ്. ഗൈസ്, നമ്മളെ ഐസ്ക്രീം ഒരിക്കോന്നാവാം. പെട്ടെന്ന് പോകണം വീട്ടിലേക്ക്. അനിയന് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചാണ്. അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ നല്ല പഴുത്ത പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വീട്ടിലുണ്ടായത് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഒന്ന് പത്തൊക്കെ വേണ്ടെന്ന് ഇത് കട്ടാക്കാന്ന് പറഞ്ഞു. കട്ട് ചെയ്തപ്പോൾ ഒരു പ്ലേറ്റ് നിറച്ചുകൊണ്ട് കേട്ടോ. എന്താ ഉണ്ടാക്കണേ? കറി കണ്ണൂർ കോക്ടെയിൽ. അപ്പോൾ എത്ര വേണം? ക്യാരറ്റ് എത്ര വേണം? പിഴിഞ്ഞെടുക്കാം അല്ലേ? അപ്പോൾ അനിയനിതാ അവിടെ കണ്ണൂർ കോക്ടെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വാനില ഐസ്ക്രീം അതിനെ കൊണ്ടുവച്ചിരുന്നു. അത് ക്യാരറ്റ് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതിട്ടിട്ട് പാലും ഒഴിച്ച് എന്തൊക്കെ ഒരു ഡ്രിങ്കാണ്. ഞാൻ ഇതുവരെ കണ്ടോക്കിയില്ല. അപ്പോൾ ഏതായാലും എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അത് ജസ്റ്റ് അടിച്ചതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന പപ്പായ പഴുത്തത് കുറച്ച് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പപ്പായും വാനില ഐസ്ക്രീമും ക്യാരറ്റും പാലും വെച്ചിട്ടാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഷുഗറും പിന്നെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതല്ല എന്ന് പറഞ്ഞു. ഇനി ഇതിലെന്തൊക്കെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഡെക്കർ ചെയ്യുമ്പോൾ നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ കണ്ടൻറ്റ്. അപ്പോൾ ആ സ്പെഷ്യൽ ഡ്രിങ്ക് ഓരോ ക്ലാസ്സിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താ അറിയില്ല, നമ്മളെ ടേബിൾ മൊത്തം ഒരു യെല്ലോ കളറിലായി. മൊത്തം ഒരു യെല്ലോ കളറിലാണ് കേട്ടോ. ഈ മഞ്ഞ കല്യാണം എന്നൊക്കെ പറയുന്ന പോലെ ആയിട്ടുണ്ട്. എല്ലാ സാധനം നോക്കുമ്പോൾ ഓവറോൾ ഒരു യെല്ലോയിഷ് കളറാണ്. ജ്യൂസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും കറി ആയാലും ഒക്കെ ഒരു യെല്ലോയിഷ് കളറായിട്ട് തോന്നി. അപ്പോൾ അതാ അതിലേക്ക് ബൂസ്റ്റും കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കഴിക്കുമ്പോൾ ഇതൊന്നാകെ മിക്സ് ആയിട്ടാണ് കഴിക്കലാണ്. അപ്പോൾ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ച് നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ കുടിക്കാനുള്ള ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ടൈം ഉണ്ടായപ്പം കുറച്ച് കാടമ്പുടം എന്ത് ചെയ്തു ഒന്ന് പർച്ചേസ് ചെയ്തു. കുറച്ച് കാടമ്പുടം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഈ ബീച്ച് സ്റ്റൈലിൽ അങ്ങനെ ആക്കി നോക്കി. അപ്പോൾ നമ്മളെ ടേബിൾ മേലൊക്കെ സെറ്റായിട്ടുണ്ട് കണ്ടോ. ഓറഞ്ച് പപ്പായ ഒക്കെ യെല്ലോയിഷ് കളറാണ്. ഡ്രിങ്ക്സ് റെഡി. അതിൻ്റെ ഇടയിൽ വേറെ ഡ്രിങ്ക്സും എൻ്റെ ഒരു സ്പെഷ്യലാണ്. നമ്മൾ എഗ് ഫ്രൈ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മുത്താറി സേമിയം ഓട്സ് എന്തൊക്കെയോ എല്ലാ സംഗതി ഇട്ട് തേങ്ങാപ്പാലിലിട്ടൊരു സംഭവം കേട്ടോ. ക്ഷീണത്തിന് നല്ല ചിക്കൻ കറി റെഡിയാണ്.
ഇത് വെള്ളം ഒഴിക്കാതെ വെച്ചിട്ടുള്ളൊരു ചിക്കൻ കറി കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താണ്. അതിലേക്ക് നല്ല ഗീ റൈസ് ഉണ്ട്. പിന്നെ വല്യമ്മക്ക് ഇത് പറ്റൂല, അപ്പോൾ ലേശം പത്തിരിയും കറി ഉണ്ടേനു. അപ്പോൾ നമ്മൾ നോമ്പുതാറൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡും കഴിച്ചു. ഗീ റൈസും പപ്പടും ചിക്കൻ കറിയും. ഹായ്, വേറൊരു കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. സോ ബൈ ബൈ.